ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകണമെന്നാണ് ഇസ്രായേൽ സൈന്യവും അവരുടെ രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പക്ഷേ നാണക്കേട് ഒഴിവാക്കാൻ ഇസ്രായേലിന് പേരിനെങ്കിലും ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുക എന്നത് അഭിമാന പ്രശ്നമായിരുന്നു. ഇന്ന് പുലർച്ചെ മധ്യ ഇറാനിലെ ഇസ്ഫഹാനിലേക്കും അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തബിരിസിന് നേരെയും ആക്രമണമുണ്ടായിരിക്കുകയാണ്. വളരെ ചെറിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 10-ൽ താഴെ ഡ്രോണുകളും 2 മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത്. മിസൈൽ ആക്രമണം നടന്ന കാര്യം ഇറാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. അമേരിക്കൻ മാധ്യമങ്ങളാണ് മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നത്. മധ്യ ഇറാനിലെ ഇസ്ഫഹാനിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇവിടെ ഇറാന്റെ സൈനിക കേന്ദ്രത്തിനടുത്താണ് സ്ഫോടനം നടന്നത് എന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. ഇസ്ഫഹാനിൽ 3 ഡ്രോണുകൾ ഇറാൻ സൈന്യം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ഫഹാനിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ ഇറാന് നേരെ നടന്ന ആക്രമണത്തെ ഇറാൻ പോലും ഗൗരവമായ രീതിയിൽ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവ് ഇന്ന് പ്രതികരിച്ചത്. ആക്രമണം നടത്തിയത് ഇസ്രായേൽ തന്നെയാണെന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സംഭവത്തിനു ശേഷം ചൈന ഇറാനോട് സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിന് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്ര ദുർബലമായ ഒരു ആക്രമണമാണ് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നത്.